ഹലോ, ഈ ഒരു വീഡിയോയിലൂടെ ജേർണൽ എൻട്രീസ് എങ്ങനെ എഴുതാമെന്നാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ജേർണൽ എൻട്രി എഴുതുന്നതിന് മുൻപ് ജേർണൽ എൻട്രീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറയുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ജേർണൽ എൻട്രി എഴുതുന്നതിന് മുൻപായി എന്താണ് ട്രാൻസാക്ഷൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണമോ പണത്തിൻ്റെ മൂല്യമുള്ള സാധനങ്ങളോ സേവനങ്ങളോ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ പണമാവാം, അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള സാധനങ്ങളോ സേവനങ്ങളോ ആവാം. സാധാരണയായി രണ്ട് തരം ട്രാൻസാക്ഷനുകളാണ് ഉള്ളത്: ക്യാഷ് ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. ക്യാഷ് കൊടുത്താണ് നമ്മളൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിനെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. ഇനി ക്യാഷ് കൊടുക്കാതെയാണ് സാധനം വാങ്ങുന്നതെങ്കിൽ അതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒന്നിനെ റിസീവിംഗ് ആസ്പെക്റ്റ് എന്നും അതർ ആസ്പെക്റ്റിനെ ഗിവിംഗ് ആസ്പെക്റ്റ് എന്നുമാണ് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യും, അതുപോലെ മറ്റേ ആസ്പെക്റ്റിനെയോ ക്രെഡിറ്റും ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻ എന്താണെന്നും അതുപോലെ ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്നും പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ട് ഗ്രൂപ്പ്സിനെ പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ റൂൾസിനെ പറ്റിയാണ്. ഞാൻ ഈ പറയുന്ന ഗ്രൂപ്പ്സും അതിൻ്റെ റൂൾസും അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? ജേർണൽ എൻട്രി എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിങ്ങിൽ 4 അക്കൗണ്ട് ഗ്രൂപ്പ്സുകളുണ്ട്: അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്തി അല്ലേ? ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ അസറ്റ് അല്ലെങ്കിൽ ആസ്തി എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, കാറ്, ക്യാഷ്, ഇതൊക്കെ എന്താണ്? ആ ബിസിനസ്സിൻ്റെ അസറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ അസറ്റ് എന്താണെന്നും പഠിച്ചു അല്ലേ? ഇനി അടുത്ത അക്കൗണ്ട് ഗ്രൂപ്പ് ഏതാണ്? എക്സ്പെൻസ് അല്ലേ? ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ സ്ഥാപനത്തിന് കുറച്ച് എമൗണ്ട് ഒക്കെ പേ ചെയ്യേണ്ടി വരുമല്ലോ, അതിനെയാണ് നമ്മൾ ചെലവെന്ന് പറയുന്നത്. എക്സ്പെൻസ് ഓർ ചെലവ്. ഉദാഹരണത്തിന് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിലെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത്, അതുപോലെ തന്നെ വാടകയ്ക്കെടുത്ത റൂമിലാണ് നമ്മുടെ ബിസിനസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന റെൻറ്റ് എന്താണ്? എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജ്, ഇതൊക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പം എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത്, എംപ്ലോയീസിൻ്റെ സാലറി അതെന്താണ്? എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ റെൻറ്റ് കൊടുക്കുന്നത് എക്സ്പെൻസ് ആണ്. ഇനി ഇലക്ട്രിസിറ്റി ചാർജ് എന്താണ്? എക്സ്പെൻസ് ആണ്. ഇനി ടെലഫോൺ ചാർജ് എന്താണ്? എക്സ്പെൻസ് ആണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണ്? ഇൻകം, വരുമാനം അല്ലേ? ഞാൻ പറഞ്ഞു ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ സ്ഥാപനത്തിന് കുറച്ച് എമൗണ്ട് ഒക്കെ പേ ചെയ്യേണ്ടി വരും, അതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നതെന്ന്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇൻകം. അതായത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ബിസിനസ്സിന് കുറച്ച് എമൗണ്ട് ഇങ്ങോട്ടും കിട്ടും അല്ലേ? അതിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? സെയിൽസ് അല്ലേ? സെയിൽസ് ആണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം. ഇനി ബിസിനസ്സിന് അതിൻ്റെ അസറ്റ് വിറ്റപ്പോൾ, ആസ്തി വിറ്റപ്പോൾ പ്രോഫിറ്റ് കിട്ടി, അതെന്താണ്? ഇൻകമാണ്. ഇനി അതേപോലെ തന്നെ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, റെൻറ്റ് കിട്ടുന്നു, ഇതൊക്കെ എന്താണ്? ഇൻകം ആണ്. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ബിസിനസ് റിസീവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻകം. അപ്പം നമ്മൾ അസറ്റ് എന്താണെന്നും എക്സ്പെൻസ് എന്താണെന്നും ഇൻകം എന്താണെന്നും പറഞ്ഞു അല്ലേ? ഇനി അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പ് ഏതാണ്? ലയബിലിറ്റി അല്ലേ? ബാധ്യത. എന്താണ് ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് അതിൻ്റെ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബാധ്യത എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്താണ്? ബാധ്യതയാണ് അല്ലേ?
ക്യാപിറ്റൽ ആര് കൊണ്ടുവരുന്നതാണ്? ഓണർ. പിന്നെ എങ്ങനെയാണ് അത് ബാധ്യതയാവുന്നത്? ഈ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ഓണറിനെയും ബിസിനസ്സിനെയും രണ്ടും രണ്ട് വ്യക്തികളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന എമൗണ്ട് ബിസിനസ്സിന് കടം കൊടുത്തതായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നീട് ബിസിനസ് അത് ഓണർക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ ഇവിടെ ബാധ്യതയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബാധ്യതയാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇനി വേറെ ഏതൊക്കെ ലൈബിലിറ്റീസ് ആണുള്ളത്? ബാങ്ക് ലോൺ. ബാങ്കിൽ നിന്ന് ബിസിനസ് എന്താണ്? ലോൺ എടുക്കുന്നു. അതെന്താണ്? ലൈബിലിറ്റിയാണ്. അതുപോലെ തന്നെ ബാങ്ക് ഓടി, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇതൊക്കെ എന്താണ്? ലൈബിലിറ്റീസ് ആണ്. ഇപ്പം നമ്മൾ 4 അക്കൗണ്ട് ഗ്രൂപ്പ്സും കവർ ചെയ്തു അല്ലേ? അസറ്റ് എന്താണെന്ന് പറഞ്ഞു, എക്സ്പെൻസ് എന്താണെന്ന് പറഞ്ഞു, ഇൻകം എന്താണെന്ന് പറഞ്ഞു, ലൈബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ റൂളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് നേരെ ജേണൽ എൻട്രിയിലോട്ട് പോവാം. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ട്രാൻസാക്ഷന് 2 ആസ്പെക്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതിലൊരു ആസ്പെക്റ്റിനെ ഡെബിറ്റും ചെയ്യും, മറ്റേ ആസ്പെക്റ്റിനെ ക്രെഡിറ്റും ചെയ്യും. നമ്മളിപ്പോൾ പഠിച്ച അക്കൗണ്ട്സ് ഗ്രൂപ്പ്സിനെ എപ്പോഴൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്, അതുപോലെ എപ്പോഴൊക്കെയാണ് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ അക്കൗണ്ടിങ് റൂൾസ്. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ റൂളാണ്. മോഡേൺ റൂൾസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി നമ്മുടെ ട്രാൻസാക്ഷനിൽ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്താലോ? ക്രെഡിറ്റ് ചെയ്യും. ഇനി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താലോ? ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസ് ഡിക്രീസ് ചെയ്താലോ? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എക്സ്പെൻസിൻ്റെയും അസറ്റിൻ്റെയും റൂള് സെയിം ആണ് എന്ന് മനസ്സിലായല്ലോ. ഇനി ഇൻകം ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ആണോ ചെയ്യുക? അല്ല, ഇൻകം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യും. ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോഴാണ് അതിനെ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ലൈബിലിറ്റിയോ? ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താലോ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ലൈബിലിറ്റി ഡിക്രീസ് ചെയ്താലോ അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇൻകത്തിനും ലൈബിലിറ്റിക്കും സെയിം റൂളാണ് എന്നും മനസ്സിലായി. അപ്പോൾ അസറ്റിനും എക്സ്പെൻസിനും ഒരു റൂള്, ഇൻകത്തിനും ലൈബിലിറ്റിക്കും ഒരു റൂള്. ഏതെങ്കിലും അസറ്റിൻ്റെയോ എക്സ്പെൻസിൻ്റെയോ റൂൾ അറിഞ്ഞാൽ ഇൻകത്തിൻ്റെയും ലൈബിലിറ്റിയുടെയും റൂള് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ റൂള് പഠിച്ചു വെക്കുക. അസറ്റിനും എക്സ്പെൻസിനും ഒരേ റൂളാണ്, അതുപോലെ തന്നെ ഇൻകത്തിനും ലൈബിലിറ്റിക്കും ഒരേ റൂളാണ്. ഇത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ നേരെ ജേണൽ എൻട്രീസിലോട്ട് പോവുകയാണ്. ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? ഒരു 6 ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലേ? ഇനി ഇതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഒരു ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് എഴുതുന്നു. പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നമ്മൾ നമ്മുടെ എൻട്രി, ജേണൽ എൻട്രി എഴുതുന്നത്. ഇനി LF, ലെഡ്ജർ ഫോളിയോ, അതായത് ലെഡ്ജറിൻ്റെ പേജ് നമ്പറിനുള്ള കോളമാണത്. ഇനി ഡെബിറ്റ് കോളത്തിൽ നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റിൻ്റെ എമൗണ്ട് എഴുതുന്നു. ക്രെഡിറ്റ് കോളത്തിൽ നമ്മൾ ക്രെഡിറ്റ് ആസ്പെക്റ്റിൻ്റെ എമൗണ്ട് എഴുതുന്നു. ആദ്യത്തെ ട്രാൻസാക്ഷൻ ഏതാണ്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹7 lakh. 7 ലക്ഷം രൂപ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ജേണൽ എൻട്രീസിന് 2 ആസ്പെക്റ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ നമ്മൾ 2 ഐറ്റം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്ന് ഏതാണ്? ക്യാഷ് അല്ലേ? 7 ലക്ഷം രൂപ ക്യാഷ് കൊണ്ടുവന്നിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരൈറ്റം ക്യാഷ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ 7 ലക്ഷം രൂപ ആരാണ് കൊണ്ടുവരുന്നത്? ഓണർ അല്ലേ? ബിസിനസ്സിൻ്റെ ഓണറാണ് 7 ലക്ഷം രൂപ കൊണ്ടുവരുന്നത്. ഓണർ എന്തായിട്ടാണ് കൊണ്ടുവരുന്നത്? ക്യാപിറ്റലായിട്ടാണ് ഈ 7 ലക്ഷം രൂപ കൊണ്ടുവരുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് തുടങ്ങുമ്പോൾ ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്യാപിറ്റൽ. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ട 2ാമത്തെ ഐറ്റം ക്യാപിറ്റൽ ആണെന്നും മനസ്സിലായി അല്ലേ? ഒരൈറ്റം ക്യാഷും ഒരൈറ്റം ക്യാപിറ്റലും. ഇനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഈ 2 ഐറ്റവും ഏത് അക്കൗണ്ട് ഗ്രൂപ്പ്സിൽ വരുമെന്ന് നോക്കണം. നമ്മൾ 4 അക്കൗണ്ട് ഗ്രൂപ്പ്സ് പഠിച്ചില്ലേ? അസറ്റ്, ഇൻകം, എക്സ്പെൻസ്, ലൈബിലിറ്റി. ഇതിൽ ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് നോക്കണം. ക്യാഷ് ഏതിലാണ് വരുന്നത്? അസറ്റ് അല്ലേ? ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റാണ്. ഇനി ക്യാപിറ്റലോ ഏത് ഗ്രൂപ്പിൽ വരും? ലൈബിലിറ്റി അല്ലേ? ഇനി ഈ അസറ്റും ലൈബിലിറ്റിയും കൂടുവാണോ കുറയുവാണോ ഇത് നോക്കിയിട്ടാണ് ഇതിനെ ഡെബിറ്റ് ചെയ്യണോ അതോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ട് ക്യാഷ് കൊണ്ടുവരുന്നു. അവിടെ എന്താണ്? ക്യാഷ് ബിസിനസ്സിൽ എന്താ ചെയ്യുക? കൂടുന്നു.
ഇനി ക്യാഷ് അസറ്റാന്ന് പറഞ്ഞു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ക്യാഷ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ട്രാൻസാക്ഷനിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ക്യാഷ് ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റോ ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ എന്ത് ചെയ്യുമ്പോൾ, ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞ ലൈബിലിറ്റി അല്ലേ? ലൈബിലിറ്റിയിലാണ് ക്യാപിറ്റൽ വരുന്നത്. അപ്പം ലൈബിലിറ്റി എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലേ? ആ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ബിസിനസ് എന്താണ്? ഓണർക്ക് ആ എമൗണ്ട് എന്താണ്? തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആ ബാധ്യത എന്താണ്? അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈബിലിറ്റി കൂടുന്നു, ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യും. നമ്മുടെ ആദ്യത്തെ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് പാസ് ചെയ്തതെന്ന് നോക്കൂ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അല്ലേ? ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റിൻ്റെ ഷോർട്ടാക്കി നമ്മളിവിടെ എഴുതുന്നതാണ് DR. ഡെബിറ്റിനെ ഷോർട്ടാക്കി എഴുതുന്നതാണ് DR. അതിനെ ഡെപ്റ്റർ എന്ന് പറയുന്നു. ടു ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് അസറ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്താണ്? ലൈബിലിറ്റി. ലൈബിലിറ്റി കൂടിയപ്പോൾ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഒരു ജേണൽ എൻട്രി കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന് എന്തുകൂടെ വേണം? നറേഷൻ. ആ നറേഷനാണ് അടിയിൽ എഴുതിയേക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബീയിങ് എന്നുള്ള വേർഡ് വെച്ചിട്ടാണ്. ബീയിങ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അതാണ് ഈ ജേണൽ എൻട്രിയുടെ നറേഷൻ വരുന്നത്. എന്താണോ ട്രാൻസാക്ഷൻ അതങ്ങ് എടുത്തെഴുതിയാൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹5 lakh. 5 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇവിടെയും ജേണൽ എൻട്രിയുടെ രണ്ട് ആസ്പെക്റ്റിനെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതാണ് രണ്ട് ആസ്പെക്റ്റ്? ക്യാഷ് ആണ് ബാങ്കിലിട്ടത്, അപ്പോൾ ഒരു ആസ്പെക്റ്റ് ക്യാഷ്. ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റോ? എവിടെയാണ് ആ ക്യാഷ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തത്? ബാങ്കിലല്ലേ? അപ്പോൾ രണ്ടാമത്തെ ആസ്പെക്റ്റ് ബാങ്കാണ്. ഇപ്പം നമ്മൾ രണ്ട് ഐറ്റവും ഐഡൻറ്റിഫൈ ചെയ്തു, ക്യാഷ്, ബാങ്ക്. ഇനി ഇത് ഏത് അക്കൗണ്ട് ഗ്രൂപ്പിൽ വരുമെന്ന് നോക്കണം. ഏതിലാണ് വരുന്നത്? അസറ്റ് അല്ലേ? കയ്യിലുള്ള പൈസയും ബാങ്കിലുള്ള പൈസയും ബിസിനസ്സിൻ്റെ അസറ്റാണ്. അപ്പോൾ ഇത് അസറ്റാണ് എന്ന് മനസ്സിലായി അല്ലേ? ഇനി ഈ അസറ്റ് കൂടുവാണോ അതോ കുറയുവാണോ എന്ന് നോക്കണം. ഏത് അസറ്റാണ് കൂടുന്നത്? നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കിൽ കൊണ്ടിട്ടു, അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി. അസറ്റ് കൂടിയാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ട ആസ്പെക്റ്റോ ക്യാഷ് അല്ലേ? കയ്യിലുള്ള പൈസ ബാങ്കിൽ കൊണ്ടിടുമ്പോൾ നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയുവല്ലേ ചെയ്യുന്നത്? ഇനി ജേണൽ എൻട്രി എങ്ങനെ വരുമെന്ന് നോക്കൂ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി. അസറ്റ് കൂടിയാൽ നമ്മൾ അതിന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് കുറയും? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും അല്ലേ? ഇനി നറേഷൻ കൊടുത്തത് എന്താ നോക്കൂ. ബീയിങ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. എന്താണോ ആ ട്രാൻസാക്ഷൻ അതങ്ങ് എടുത്തെഴുതിയാൽ മതി. അതിന് മുമ്പ് ബീയിങ് എന്നുള്ള വേർഡ് ആഡ് ചെയ്യണം എന്ന് മാത്രം. ഓക്കെ. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹50,000. 50,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു അല്ലേ? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട രണ്ട് ഐറ്റം ഏതാണ്? ഒന്ന് ക്യാഷാണ്, കാരണം ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഐറ്റോ ഗുഡ്സ് ആണ്, നമ്മൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം വിൽക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനെ ഒരിക്കലും ഗുഡ്സ് എന്ന് പറഞ്ഞ് എഴുതില്ല, പകരം പർച്ചേസ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഐറ്റം പർച്ചേസ് ആണ് അല്ലേ? ഇനി നമ്മൾ കണ്ടുപിടിച്ച ക്യാഷും പർച്ചേസും ഇത് ഏത് അക്കൗണ്ട് ഗ്രൂപ്പിൽ വരുമെന്ന് നോക്കണം. ക്യാഷ് അസറ്റാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ പർച്ചേസോ? പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഇനി ഇതിൽ ഏതാണ് കൂടുന്നത് കുറയുന്നത് എന്ന് നോക്കണം. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് എന്താണ്? അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻസ് കൂടിയാൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യും. ഇനി ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ്
കയ്യിൽ നിന്ന് കുറയുമല്ലേ, അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. ഇനി ജേണൽ എൻട്രി എഴുതിയത് നോക്കൂ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, നമ്മളതിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു, നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി നറേഷൻ കൊടുത്തു നോക്കൂ. ബീങ് പർച്ചേസ്ഡ് ഗുഡ്സ്. നാലാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ. സോൾഡ് ഗുഡ്സ് ₹4,55,000. 55,000 രൂപയുടെ ഗുഡ്സ് വിറ്റു. ഗുഡ്സ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി ഗുഡ്സ് വിൽക്കുമ്പോൾ കയ്യിലേക്ക് വരുന്നത് എന്താണ്? ക്യാഷ്. ക്യാഷ് അസറ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് കൂടുവല്ലേ, അതുകൊണ്ട് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി എന്താണ് നമ്മൾ വിറ്റത്? ഗുഡ്സ്. ഗുഡ്സ് വിൽക്കുമ്പോൾ ഒരിക്കലും ഗുഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ജേണൽ എൻട്രിയിൽ എഴുതില്ല, പകരം സെയിൽസ് എന്നാണ് എഴുതുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം അല്ലേ. നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമ്മുടെ ഇൻകം കൂടുന്നു, അതുകൊണ്ട് സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി ജേണൽ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി, അതുകൊണ്ട് നമ്മളതിനെ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ സെയിൽസ് ഇൻകം അല്ലേ. ഇൻകം എന്ത് ചെയ്തു? കൂടി. ഇൻകം കൂടിയാൽ നമ്മളതിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. ജേണൽ എൻട്രി മനസ്സിലായോ? ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. പർച്ചേസ്ഡ് ഫർണിച്ചർ ₹1,00,000. 1,00,000 രൂപയുടെ ഫർണിച്ചർ ക്യാഷ് കൊടുത്ത് വാങ്ങി. ഫർണിച്ചർ എന്ന് പറയുന്നത് ഏത് അക്കൗണ്ട് ഗ്രൂപ്പിൽ വരും? അസറ്റ് അല്ലേ. ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതല്ല, പകരം അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതാണ്. അതുകൊണ്ട് ഫർണിച്ചറിനെ പർച്ചേസ് അക്കൗണ്ടിലല്ല കാണിക്കുന്നത്, ഫർണിച്ചർ അക്കൗണ്ടിൽ തന്നെയാണ്. ഇനി ഫർണിച്ചർ വാങ്ങുമ്പോൾ കയ്യിൽ നിന്ന് എന്താണ് പോകുന്നത്? ക്യാഷ് അല്ലേ. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇനി ജേണൽ എൻട്രി എഴുതിയത് നോക്കൂ. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മളതിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും അല്ലേ. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്. ഇനി നറേഷൻ കൊടുത്തത് നോക്കൂ. ബീങ് പർച്ചേസ്ഡ് ഫർണിച്ചർ. ഇനി ആറാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ. പെയ്ഡ് സാലറി ₹20,000. 20,000 രൂപ സാലറി കൊടുത്തു. സാലറി എന്ന് പറയുന്നത് ഏത് അക്കൗണ്ട് ഗ്രൂപ്പിൽ വരും? എക്സ്പെൻസ് അല്ലേ. സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് കൂടുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് സാലറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ഇനി സാലറി ക്യാഷ് ആയിട്ടല്ലേ കൊടുക്കുന്നേ, അപ്പോൾ ക്യാഷ് കുറയുമല്ലേ അല്ലേ. ക്യാഷ് ആയിട്ടാണ് സാലറി കൊടുക്കുന്നത്, അപ്പോൾ കയ്യിൽ നിന്ന് ക്യാഷ് കുറയുന്നു, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്താൽ, കുറഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇനി ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും നോക്കൂ. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അപ്പം നമ്മളതിനെ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു, നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്തു. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഈ നറേഷൻ എഴുതി നോക്കൂ. ബീങ് പെയ്ഡ് സാലറി. ഓക്കെ. അപ്പോൾ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.